കേരളത്തിലെ ഒരു ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെക്കുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചതിനെ തുടർന്ന് ശ്രീ ജിൻഡോ ജോണിനെ കുടുംബത്തെയും ആക്ഷേപിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല പോസ്റ്റ് പങ്കുവെച്ച അല്ലെങ്കിൽ ആ വാർത്ത പങ്കുവെച്ച പല കോൺഗ്രസ് നേതാക്കന്മാരെയും ആക്രമിക്കും. പക്ഷേ ജിൻഡോയെ പോലെ ഇത്ര രൂക്ഷമായ ഈ വിഷയത്തിൽ സൈബർ ആക്രമണം നേരിട്ട ഒരു വ്യക്തിയില്ല. മറുഭാഗത്ത് റഹീമിന്റെ രാജ്യസഭാ MP റഹീമിന്റെ ഭാര്യയ്ക്കെതിരെ ആരോ ഫേസ്ബുക്കിൽ കുറിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കുന്നു. ഷാജഹാനെ, മുൻ മുഖ്യമന്ത്രി VSന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നു. നിരവധിയായ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ, മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു. കോൺഗ്രസുകാരനൊരു നീതി, CPUകാരന് മറ്റൊരു നീതി. ഇതല്ലേ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്? അല്ല, അത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ്സുകാരായാലും CPMകാരായാലും BJPക്കാരായാലും സ്ത്രീകളെ എന്നല്ല പുരുഷന്മാരെയും ആരെയും അത്തരം ആക്ഷേപങ്ങൾ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാനൊരു പത്രത്തിൽ വന്ന വാർത്തയും ഷെയർ ചെയ്തില്ല. വാർത്തയുമായി ബന്ധപ്പെട്ട അതായത് ഒരു മെട്രോ വാർത്തയിൽ വന്ന ഒരു വാർത്ത, ഷാജഹാൻ എന്ന യൂട്യൂബറുടെ യൂട്യൂബ് വീഡിയോയിൽ വന്നൊരു വിഷയം, അത് വൈപ്പിങ്കരയിലെ MLA ഉണ്ണികൃഷ്ണൻ അറിഞ്ഞത് ഓണത്തിന്റെ അന്നാണ്. അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, തിരുവോണത്തിന്റെ അന്ന് അദ്ദേഹം അറിഞ്ഞ ഒരു വസ്തുത എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കള്ളം പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അന്ന് അറിഞ്ഞൊരു കാര്യം, നാട്ടിലെ ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ 18-ാം തീയതിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. MLA 2 ആഴ്ച മുമ്പ് അറിഞ്ഞ കാര്യം ഈ 2 ആഴ്ച കാലത്തിന് ശേഷം ഞാൻ ഇടുന്ന പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് CPMന് ഇനി ഇതൊന്നും പറഞ്ഞ് ഷൈൻ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വാക്കിലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ മാപ്പും പറഞ്ഞിട്ടില്ല, ഞാൻ പിൻവലിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വകാര്യതയിലേക്ക് ഒളിക്യാമറ വെച്ച് ബൈനോക്കുലർ വെച്ച് അന്വേഷിക്കാൻ പോകുന്ന CPMന് നിങ്ങൾക്കിനി ഈ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി ആർക്കെങ്കിലും അത് എന്നെ കുറിച്ചാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കോഴിയെ കട്ടവരുടെ തലയിൽ പൂടാ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ കൃത്യമായിട്ട് ഞാൻ ഒരാളെ ആക്ഷേപിക്കുകയല്ല ചെയ്തത്. ഇനി എറണാകുളം ജില്ലയിലെ 4 CPM MLAമാർ എന്നൊരു സൂചന കൊടുത്തിട്ട് ഈ 4 പേർക്ക് മാനം ഉണ്ടായില്ലേ? മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ. മെട്രോ വാർത്തയ്ക്കെതിരെ ഇവർക്ക് പരാതിയില്ലേ? ഈ ഷാജഹാൻ ആരാ? VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നില്ലേ? ഇവർക്ക് അന്നൊന്നും ഒരു ആക്ഷേപം ഉണ്ടായില്ല. ഇത് എപ്പോഴാണ് ഇത് ആളുകൾ മുഴുവൻ ഇത് ചർച്ച ചെയ്ത് നാട്ടിൽ മുഴുവൻ അറിയാം. ഉണക്കമീൻ ചീഞ്ഞൊന്ന് വീട്ടിലിരിക്കുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും അറിഞ്ഞു. പൂച്ച അന്വേഷിച്ച് വരുമ്പോഴാണ് അറിയുന്നതെന്ന് പറഞ്ഞപ്പോഴൊരു അവസ്ഥയാണ്. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ആർക്കും ഒരു ബന്ധമില്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നെഹ്റു, ലെനിൻ, ഫിഡൽ കാസ്ട്രോ, അങ്ങനെ കുറെ ആളുകളുടെ പേര്, ഗാന്ധിയൊക്കെ. ഇതൊന്നും വേണ്ടെന്നേ, ഇതൊന്നും വേണ്ട. എനിക്കെതിരെ വന്നപ്പോൾ ഞാൻ അതിൽ പരാതി കൊടുക്കാതെ, ഇപ്പൊ റഹീമിന്റെ ഭാര്യയ്ക്കെതിരെ വന്ന ആക്ഷേപം അത് ആര് ചെയ്താലും അത് തെറ്റാം, ചെയ്യാൻ പാടില്ല, നടപടി എടുക്കണം. അത് വേഗത്തിൽ നടപടി എടുക്കണം. ഷൈൻ ടീച്ചറുടെ കാര്യത്തിൽ മാത്രം വേഗം കണ്ടാൽ പോരാ. ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെ കാര്യത്തിലും KK രമയുടെ കാര്യത്തിലും ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയ്ക്ക്, ഉമാ തോമസിന്, ഷാനി പ്രഭകാരന്, സ്മൃതി പരുത്തിക്കാടിന്, അല്ലെങ്കിൽ നിഷാ പുരുഷോത്തമന്, കേരളത്തിലെ എമ്പാടുമുള്ള വനിതാ മാധ്യമ പ്രവർത്തകർക്കും പുരുഷ മാധ്യമ പ്രവർത്തകർക്കും പുരുഷ രാഷ്ട്രീയക്കാർക്കും വേണമെന്നേ. എല്ലാവർക്കും തുല്യ നീതി വേണം. ഷൈൻ ടീച്ചർക്ക് മാത്രം നീതി കിട്ടിയാൽ പോരാ. ഞാനും നികുതി കൊടുക്കുന്നല്ലേ. എൻ്റെ ഭാര്യയെ ആക്ഷേപിക്കാൻ എന്താ കാര്യം? ഞാനൊരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞത് എന്താ? ഇങ്ങനെ നിരന്തരം ഓരോ നേതാക്കന്മാർക്കെതിരെയും ലൈംഗിക അധിക്ഷേപവും ആരോപണങ്ങളും വരുന്നു. അതിന്റെ പുറകെയാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നിത്യജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നു. അയാളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ക്രൈമുകൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നടപടി സ്വീകരിക്കപ്പെടട്ടെ. പോലീസ് സ്വമേധയാ ഒരു കേസ് എടുത്തിട്ട് പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് കിടക്കുക. പണ്ട് ചില വലിയ തറവാട്ടിന്റെ മുറ്റത്ത് പടിപ്പുറയിൽ വന്ന് അത്താഴ പക്ഷിക്കാരുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പോലെ പരാതിക്കാർ അന്വേഷിച്ച് കിടക്കുക. അതല്ലല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ സ്വമേധയാ കേസെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സ്വമേധയാ കേസെടുത്ത് അന്വേഷിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ അതിന്റെ മര്യാദകളുടെ സീമ ലംഘിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയെ, സഹോദരിയെ, ആ യുവ MLAയോടൊപ്പം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സകലമാന സ്ത്രീകളെയും CPM സൈബർ ഹാൻഡിലുകൾ ആക്ഷേപിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവാദം വരുന്നു. ഇതാണ് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങൾ അത് പ്രൈം ഡിബേറ്റ് ആക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ നിത്യജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞത് അതാണ്. ഇത്തരം വിഷയങ്ങളുടെ അധിക ബാധ്യത നിങ്ങൾ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കണം. ഇതാ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് എൻ്റെ ഭാര്യയെ ആക്ഷേപിക്കുന്നു. എന്തൊക്കെ അതൊരു വിചാരിച്ച് ഞാൻ തോറ്റുപോകുന്നതാണ്. ഞാൻ തോറ്റുപോകല്ല. അവരുപയോഗിച്ച വാക്കുകളെ എനിക്ക് പറയാൻ ധൈര്യമുണ്ടെന്നേ. ഞാൻ പഠിച്ച് പാസ്സായി, ഞാൻ എൻട്രൻസ് എഴുതി, PhDക്ക് അഡ്മിഷൻ കിട്ടി, പഠിച്ച് ഗവേഷണം നടത്തി PhD കിട്ടി. ഞാൻ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, ജോലി എടുത്ത് പഠിച്ചത് അത് എൻ്റെ ഒരു അഭിമാനമാണ്. എനിക്കൊരു അപമാനമില്ല.
എൻ്റെ അപ്പൻ മുഖ്യമന്ത്രി അല്ലാത്തത് കൊണ്ട് എനിക്ക് മാസപ്പടി കിട്ടിയില്ല. എൻ്റെ അപ്പൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്. ആ മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലം കൂടി എൻ്റെ മെറിറ്റ്. അപ്പൊ എനിക്ക് മാസപ്പടി ഉറപ്പ് നൽകാൻ എൻ്റെ അപ്പൻ ഇല്ലാത്തത് കൊണ്ട്, പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങാനായിട്ട് പറ്റാത്ത സാഹചര്യം എൻ്റെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പണിയെടുത്ത് പഠിച്ചു. അതെന്റെ മെറിറ്റ് അല്ലേ? ഞാൻ കോപ്പി അടിക്കാതെ ജയിക്കുന്നുണ്ടെങ്കിൽ പഠിച്ച് പാസ്സാകുന്നതിന്റെ ഒരു മെറിറ്റ് അല്ലേ? അല്ലെങ്കിൽ ഇവർ പറയണം ഇവരുടെ കൂട്ടത്തിൽ ഈ ഡോക്ടറേറ്റ് കിട്ടിയ യുവ നേതാക്കന്മാരൊക്കെ ഭാര്യമാരെ കൂട്ടിക്കൊടുത്തിട്ടാണോ എന്ന് ഇവർ പറയണം. കേരളത്തിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഡോക്ടറേറ്റ് സമ്പാദിച്ചത്. അവിടെ 40-40 വർഷം 50 വർഷമായിട്ട് സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഇവരുടെ അടക്കി വാഴലാണ്. ഇവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന സഖാക്കന്മാര്, സിൻഡിക്കേറ്റിലും സെനറ്റിലും സഖാക്കന്മാരൊക്കെ ഭാര്യമാരെ കൂട്ടിക്കൊടുക്കുന്നവർക്ക് PhD കൊടുക്കുള്ളൂ. ഇവർ പറയണം, ഇവർ മറുപടി പറയണം. എൻ്റെ മക്കൾ പന്നിക്കുട്ടികളാണെന്നാണ് ആക്ഷേപിക്കുന്നത് കുറെ പേര്. അത് ചെറിയ ആളുകൾ, ബ്രാഞ്ച് ഭാരവാഹികളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട സൈബർ ഹാൻഡിലുകൾ, പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ആളുകളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട CPM ഭാരവാഹികൾ വരെയുണ്ട്. ഞാൻ ഇതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിൽ മനുഷ്യക്കുട്ടികളോടൊപ്പം പന്നിക്കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഇവർ പറയുന്നത്? ഇവർ ഇതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാന്നാ. പിന്നെ DNA ടെസ്റ്റ്, ഇതൊക്കെ അധികം പറഞ്ഞാൽ ഞാൻ വേറെ പലതൊക്കെ പറയും. ഞാൻ ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ഇതൊക്കെ പറഞ്ഞു പോകും. അപ്പൊ ഇതൊന്നും ഞാൻ ആരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഇവരെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച ഓരോ വാചകവും ഞാൻ രാഷ്ട്രീയമായിട്ട് ഇവർക്കെതിരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മക്കളുടെ DNA ടെസ്റ്റിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും തർക്കമില്ലാത്ത കാര്യത്തിൽ ഇവർക്ക് എന്താ എത്ര ഛേദം? നാട്ടുകാർക്ക് സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ആരോപണം, മക്കൾക്ക് നിങ്ങളുടെ മുഖച്ചായല്ലോ. സ്വന്തം മക്കൾക്ക് അപ്പന്റെ അമ്മയുടെ മുഖച്ചായില്ലെങ്കിൽ അയലക്കാരനെ സംശയിക്കുന്നത് CPM-ന്റെ സംസ്കാരമായിരിക്കും. ഞങ്ങൾക്കതില്ല. ബീഹാറിൽ ഉണ്ടായ ഒരു ഗർഭത്തിന് കോമ്പൻസേഷൻ കൊടുക്കാൻ കോടതി വിധിച്ചപ്പോ പാർട്ടി ഫണ്ടിൽ പിരിവെടുത്ത് കൊടുക്കേണ്ട ഗതികേടൊന്നും കോൺഗ്രസിനുണ്ടാവില്ല. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ എന്താണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്, എന്താണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതി എന്ന് ബോധ്യമുണ്ട്. നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഇതിനെ അതിജീവിച്ച് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കുറെ പൊളിറ്റിക്കൽ കോസസ് ഉണ്ട്. അത് പറയണം. ഇത് പറയാൻ പലരും ഭയപ്പെടുക. ഇവരുടെ അറ്റാക്കിൽ പേടിക്കുന്ന കുറെ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. ഇപ്പൊ വീട്ടിലിരിക്കുന്ന കൊച്ചുമക്കളായ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലും ഇവർ ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ ആക്ഷേപത്തിൽ ഭയപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. എനിക്ക് പേടിയില്ല. ഞാനൊരു സാധാരണക്കാരനായിട്ട് വന്നതുകൊണ്ട് ഇവർ പറയുന്ന എല്ലാ ഭാഷയും എൻ്റെ നാട്ടിൽ, എൻ്റെ ജംഗ്ഷനിലൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ആളാണ്. ഇവർ പറയാൻ പോകുന്ന അങ്ങേയറ്റത്തെ തെറി വരെ കേട്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പൊ ആ തെറി അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട്. ആ ധൈര്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞതുപോലെ വന്ന് നിന്ന് പറയാൻ A.A. റഹീമിന് പറ്റുമോ? ചിന്താ ജെറോമിന് പറ്റുമോ? ഷിജു ഖാന് പറ്റുമോ? ആർഷോയ്ക്ക് പറ്റുമോ? ഇവരുടെ ഏത് നേതാവിന് എന്നോട് നേരിട്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റുക? എനിക്ക് ധൈര്യമുണ്ട്. അതൊരു വെല്ലുവിളി തന്നെയാണ്. അതെന്റെ വെല്ലുവിളിയാണ്. ഞാൻ പഠിച്ച ക്യാമ്പസുകളിൽ, ഞാൻ പഠിച്ച കോളേജുകളിൽ, ഞാൻ എഴുതിയ പരീക്ഷകളിൽ എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടെന്ന്. ഇവർക്ക് എത്ര പേർക്കുണ്ട്? ഈ കേരളത്തിലെ സകല യൂണിവേഴ്സിറ്റികളിലും CPM-ന്റെ സഹായത്തോടു കൂടി അല്ലാതെ എത്ര SFI നേതാക്കന്മാർക്ക് PhD തീസിസ് ഗവേഷണം നടത്തി എഴുതി അവതരിപ്പിച്ച് തീസിസ് ഇത് കിട്ടുന്നുണ്ട്? അത് ഇവർ പറയണ്ടേ? ഇതെന്റെ വെല്ലുവിളിയാ. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യത്തിൽ എൻ്റെ ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ഞാൻ ഇവരുടെ ആരുടെയും ഇത്തരം കാര്യങ്ങൾ അതൊക്കെ അവരുടെ മെറിറ്റ് ആയിട്ട് ഇരുന്നോട്ടെ. ഒരാളുടെ മെറിറ്റ് എന്താണെന്നുള്ളതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത് ജനം തീരുമാനിക്കണം. പക്ഷെ ഇത് പറഞ്ഞ് വെല്ലുവിളിക്കാൻ വന്നാൽ ഞാൻ കൂടുതൽ പറയും. ഞാൻ കൂടുതൽ പറഞ്ഞാൽ കുറെ ക്ഷീണം ഉണ്ടാവും. A.A. റഹീമിന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, ജിൻഡോ ജോണിന്റെ ഭാര്യയ്ക്കും തുല്യ നീതി കിട്ടണം. ഞാൻ പരാതി കൊടുത്തിട്ടില്ല. എന്താണെന്നറിയോ? എനിക്ക് പരാതി കൊടുക്കാൻ ഒരാൾ ഉറപ്പ് നൽകണം. KJ ഷൈൻ ടീച്ചറിന്റെ കാര്യത്തിൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് എടുത്ത ഒരു വലിയ തിടുക്കമുണ്ട്. അത് കൈയടിക്കേണ്ട തിടുക്കമാണ്. ആ വേഗത കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും കിട്ടുമെന്ന് അവർ ഉറപ്പ് നൽകണം. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ആ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇത്രയും വലിയൊരു സഹായം കിട്ടിയ, അധിക സഹായം കിട്ടിയ ഷൈൻ ടീച്ചർ പറയണം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും അത് കിട്ടും. അത് കിട്ടാൻ വേണ്ടി ഞാൻ പോരാടും എന്ന് പറയണം. എന്നാ പരാതി കൊടുക്കും. പരാതി കൊടുക്കും. ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് നെഹ്റുവിന്റെ ഒരു അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഉള്ളിലായി വെച്ചിരിക്കുന്നത്. അത് ഞാനുണ്ട്. 2 ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതും വെച്ചിട്ട് വരും. ഞാൻ ഇനിയും പോസ്റ്റ് ഇടും. ആരാ ഇവര് ചോദിക്കാൻ? ഇവർ എന്റെ പൊളിറ്റിക്കൽ കോഴ്സുകളോട് മറുപടി പറയട്ടെ, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ഞാൻ 4 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവർ പരിശോധിച്ചോട്ടെ, ഏത് വേണമെങ്കിലും പരിശോധിച്ചോട്ടെ. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത സമയത്താണ് ഈ വെർബൽ റേപ്പ് ഇവർ ചെയ്യാൻ തയ്യാറാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവര് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലൊക്കെ ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള സാധാരണ മനുഷ്യരെ എതിർക്കുന്ന മനുഷ്യരുടെ കുടിവെള്ളത്തിൽ, കിണറിൽ മുടിവെട്ടി ബാർബർ ഷോപ്പ് വേസ്റ്റ് കൊന്നിടാറുണ്ട്. ഇവർ കൊന്ന് ചത്ത ജന്തുക്കളെ കൊന്നിടാറുണ്ട്. മനുഷ്യ വിസർജ്യം കൊണ്ട് വീട്ടുപടിക്കലിടാറുണ്ട്. ഇവരെന്തും ചെയ്യും. ഇവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാതെ വരുമ്പോൾ അസഹിഷ്ണുതയുടെ അങ്ങേയറ്റത്തെ രൂപമാണ് CPM. സംഘപരിവാർ, നമ്മൾ നോർത്ത് ഇന്ത്യയിലെ സംഘപരിവാറിനെ പറയുമ്പോൾ അതിന്റെ അങ്ങേയറ്റത്തെ രൂപമാണ് CPM-കാർ മാത്രമുള്ള നാട്ടിൽ CPM ഇതര ഒരു രാഷ്ട്രീയ പ്രവർത്തനം ജീവിക്കാൻ പറ്റുമോ? അപ്പോ
ഇത് നമ്മുടെ അനുഭവമാണ്. സോഷ്യൽ മീഡിയ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെ നാട്ടിൽ ജീവിക്കാൻ പറ്റുക? ഞാൻ പറയുന്നത് ഇവര് ധൈര്യമുണ്ടെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ, ചോദ്യങ്ങൾക്കാണല്ലോ മറുപടി പറയണ്ടേ. അല്ലാതെ ഷാഫി പറമ്പിലിന്റെ കൂടെ ഭംഗിയുള്ള സ്ത്രീകളെ കാണുമ്പോൾ ബാംഗ്ലൂർക്ക് ക്ഷണം കിട്ടുന്നു, എന്ത് നാണം കെട്ട വാദം. ഇതുപോലെ ഒന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്, ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഹെഡ് മാഷാണെന്ന് പറയുന്നു, ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചാൽ മതി എത്ര ഹെഡ് മാഷന്മാർ അപ്പുറത്തുണ്ടെന്ന്. അല്ലെങ്കിൽ ഈ മുകേഷിന്റെയും ഗണേഷിന്റെയും ശശീന്ദ്രന്റെയും തെറ്റയിലിന്റെയും അല്ലെങ്കിൽ നീലലോഹിതദാസൻ നാടാരുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർഷോയുടെ, ഐസക്കിന്റെ, ശ്രീരാമകൃഷ്ണന്റെ, കടകംപള്ളിയുടെ ഒക്കെ ഹെഡ് മാഷ് ആരാന്ന് പറയേണ്ടി വരും? അത് പിണറായി വിജയനാണോ? അല്ലെങ്കിൽ അവിടുത്തെ രജിസ്ട്രാർ ആരാ? അല്ലെങ്കിൽ വി സി ആരാ? ഗോവിന്ദൻ മാഷാണോ? ഇവർ പറയണം. കുറെ ടീച്ചർമാരും സാർമാരും ഉള്ളതല്ലേ, അവർ ഇപ്പുറത്തല്ല ഇത് അന്വേഷിക്കേണ്ട, അപ്പുറത്ത് തന്നെ അന്വേഷിക്കേണ്ടത്. ഈ അവര് പറഞ്ഞത് നമ്മൾ തിരിച്ചു ചോദിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇത് അന്വേഷിക്കലല്ല നമ്മുടെ പണി, അവരുടെയും പണി അതായിരിക്കരുത്.